അഘോരികൾ ലോകത്തിലെ ഏറ്റവും അപകടകാരികളും ഭീതി ജനിപ്പിക്കുന്ന രീതികളുള്ളവരുമായ സന്യാസ സമൂഹം. മനുഷ്യമാംസത്തെ ഭക്ഷിക്കുന്നവർ, ലഹരിയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവർ, നിരവധി അത്ഭുത ശക്തിയുള്ളവരും മരണത്തെ സദാ ഉപാസിക്കുന്നവരും മരണപ്പെട്ടവരുടെ പ്രാണശക്തിയെ ആവാഹിക്കാൻ കഴിവുള്ളവർ, ഇത്തരത്തിലെല്ലാം അഘോരി സന്യാസിമാരെ പറ്റി നിരവധി ധാരണകളാണ് പുറം ലോകത്തിനുള്ളത്. യഥാർത്ഥത്തിൽ ആരാണ് അഘോരികൾ? അതിസങ്കീർണവും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായ ഈ വിഭാഗത്തിൻ്റെ ജീവിത രീതികൾ എന്തെന്നും ഇവരെപ്പറ്റി പ്രചരിക്കപ്പെടുന്ന കഥകളിലെ യാഥാർത്ഥ്യങ്ങൾ എന്തെല്ലാം എന്നുമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശിവന്റെ 5 മുഖങ്ങളിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖത്തെ കുറിക്കുന്നതാകുന്നു അഘോരം. ഘോരമില്ലാത്തത്, അതായത് ശാന്തമായത്, ഭയമില്ലാത്തത് എന്നെല്ലാമാകുന്നു അഘോരം എന്നതിൻ്റെ അർത്ഥം. അഘോരിയാണ് പരമശിവൻ. സ്വയം ശിവനാകാനും അതിലേക്ക് ലയിക്കാനുമായി സർവവും ത്യജിച്ച് കഠിനമായ സാധനകളിലൂടെ ജീവിതത്തെ കൊണ്ടുപോകുന്നവരാണ് അഘോരികൾ. തീർത്തും വേറിട്ട രീതികളുള്ള ഈ സന്യാസ പരമ്പരയുടെ തുടക്കം എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് നോക്കാം. ആചാരക്രമങ്ങളും ജീവിത രീതികളും മുൻനിർത്തി യാഥാസ്ഥിക ഹിന്ദു വിഭാഗത്തിന് ഒരു കാലത്തും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ് അഘോരികൾ. പ്രാചീന കാലത്തെ കാപാലിക കാലമുഖ സമ്പ്രദായങ്ങളുമായാണ് ഇതിന് സാമ്യം എന്നും കണക്കാക്കി പോരുന്നു. പുറം ലോകവുമായുള്ള ബന്ധത്തെ ഇവർ ശ്രദ്ധാപൂർവം ഒഴിവാക്കുന്നതും ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പായി പൊതുവിൽ കണക്കാക്കപ്പെടുന്നതും ഒരു രഹസ്യ സ്വഭാവം പൊതുവിൽ വെച്ച് പുലർത്തുന്നതും എല്ലാം ഇവരെ പറ്റിയുള്ള ദുരൂഹത നിറഞ്ഞ കഥകൾ പ്രചരിക്കുന്നതിനും കാരണമാകുന്നു. 150 വർഷത്തോളം ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു സന്യാസിയാണ് ബാബ കീനാർ റാം. ഇദ്ദേഹത്തെയാണ് അഘോര പരമ്പരയുടെ സ്ഥാപകനായും ആദി ഗുരുവായും കരുതപ്പെട്ടു വരുന്നത്. ഈ സന്യാസിയുടെ ജനനവുമായി ബന്ധപ്പെടുത്തിയും നിരവധി അത്ഭുത കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. 11ാം വയസ്സിൽ കുടുംബത്തെ ഉപേക്ഷിച്ചിറങ്ങിയ കീനാർ റാമിനെ ബാബ കാലൂറാം എന്ന ഗുരുവാണ് അഘോര പാതയിലേക്ക് നയിച്ചത്. രാജ്യത്തും വിദേശത്തുമായി തുടർച്ചയായി സഞ്ചരിച്ച ഇദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും പലരെയും രോഗമുക്തരാക്കിയതായും പറയപ്പെടുന്നു. അഘോരി ജീവിതക്രമത്തിലൂടെ സ്വയത്തമാക്കിയ പ്രത്യേക ശക്തികളാണ് ഇതിനെല്ലാം പിന്നിലെന്നാണ് വിശ്വാസം. അഘോരി സമ്പ്രദായത്തെ വ്യക്തമാക്കുന്ന നിരവധി പുസ്തകങ്ങൾ എഴുതിയ ബാബ നിരവധി ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിക്കുകയും ഈ വിശ്വാസത്തെ നിരവധി ശിഷ്യന്മാരിലേക്കും പകർന്നു നൽകുകയും ചെയ്തു. സർവവും ശിവനായി സമർപ്പിച്ച അദ്ദേഹം ശിവന്റെ നഗരമെന്ന പേരുള്ള വാരണാസിയിലാണ് പ്രധാന ആശ്രമം സ്ഥാപിച്ചത്. ബാബ കീനാറാം സ്ഥൽ അല്ലെങ്കിൽ ക്രീം കുണ്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1771 സെപ്റ്റംബർ 21 അദ്ദേഹം സ്വമേധയായുള്ള മരണം അഥവാ സമാധി സ്വീകരിച്ചതായും പറയപ്പെടുന്നു. അഘോരികൾക്കും മറ്റു ഭക്തരും ബാബയുടെ സമാധി സ്ഥലത്തെ തീർത്ഥാടന കേന്ദ്രമായി കണക്കാക്കി സന്ദർശിച്ചു പോരുന്നു. പിൻഗാമികളായ 12 ഗുരുക്കന്മാരും ബാബയുടെ പാരമ്പര്യത്തെ പിന്തുടർന്നു. ക്രീംകുണ്ട് ആശ്രമത്തിന്റെ നിലവിലെ മേലധികാരി ബാബ സിദ്ധാർത്ഥ് ഗൗതം റാമാണ്. സമൂഹം അഘോരികളെപ്പറ്റി നിരവധിയായ മുൻധാരണകൾ വെച്ച് പുലർത്തുന്നതിനു പിന്നിൽ നിരവധി കാരണങ്ങളാണുള്ളത്. ബാബ കീനാറാമിൽ നിന്നാരംഭിച്ച അഘോര സന്യാസ പരമ്പരയ്ക്ക് കാപാലിക സമ്പ്രദായവുമായാണ് ഏറ്റവും കൂടുതൽ ബന്ധമെന്നാണ് ഗവേഷകരുടെ നിഗമനം. മാംസഭക്ഷണം കഴിക്കുന്നതിൽ ഇവർക്ക് വിലക്കുകളൊന്നും തന്നെയില്ല. സാധാരണ മനുഷ്യരുടെ വിലക്കുകളോ ഇഷ്ടാനിഷ്ടങ്ങളോ ശരി തെറ്റുകളെപ്പറ്റിയുള്ള സങ്കല്പങ്ങളോ പിന്തുടരുന്നവരെയല്ല ഇവർ. മനുഷ്യരുടെ തലയോട്ടി ഈ വിഭാഗത്തിലെ സന്യാസിമാർ ഉപയോഗിച്ചു വരുന്നു. ജീവിതത്തിൻ്റെ നശ്വരതയും സ്വന്തം ബുദ്ധി ശിവന് സമർപ്പിച്ചതാണെന്നും ആണ് ഇതിലൂടെ അവർ സൂചിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു. ഒപ്പം പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു പുരാണ കഥയും ഈ ആചാരത്തിന് പിന്നിലുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഗംഗാതീരത്തെ ശ്മശാനങ്ങളിൽ നിന്ന് മനുഷ്യമാംസം ഭക്ഷിക്കുന്ന അഘോരി സന്യാസികളെപ്പറ്റിയും നിരവധി കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വാസ്തവം എന്തെന്ന് വെച്ചാൽ ഒരിക്കലും മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി സ്വയം പ്രദർശന വസ്തു ആകാനോ അത്ഭുത വിദ്യകൾ കാട്ടാനോ അനുഗ്രഹം നൽകാനോ ഒരു യഥാർത്ഥ അഘോരി ഒരിക്കലും തയ്യാറാവില്ല എന്നതാണ്. അവരുടെ ജീവിതം അത്രത്തോളം നിഗൂഢവും രഹസ്യാത്മകവുമാണ്. ചുടലകളെ വിശുദ്ധ സ്ഥാനങ്ങളായി കണക്കാക്കി അവിടെയുള്ള താമസവും ശവസാധനകളും എല്ലാം ഇവരുടെ ആചാര രീതികളുടെ ഭാഗമായി നിലനിൽക്കുന്നതായും വിശ്വസിക്കപ്പെട്ടു വരുന്നു. യഥാർത്ഥ അഘോരികൾ എന്താണെന്നും അവരുടെ ജീവിത രീതികളെപ്പറ്റിയുമെല്ലാം മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മനുഷ്യരുടെ ഇടയിലേക്ക് ഇവരുടെ വരവ്
അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. സാമൂഹിക ഇടപെടലുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരു വിഭാഗം ആത്മീയ അന്വേഷികൾ ജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നു, അത്ഭുതങ്ങൾ കാണിക്കുന്നു, മനുഷ്യ മാംസം ഭക്ഷിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കഥകളായി പ്രചരിക്കുന്നതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട്. കാശിയിലും വാരണാസിയിലുമൊക്കെ അഘോരികളെന്ന പേരിൽ ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നവർ പൂർണ്ണ അർത്ഥത്തിലുള്ള അഘോരി പാത പിന്തുടർന്നു എന്ന് പറയാനും സാധിക്കില്ല. കുംഭമേള കാലയളവിലാണ് അഘോരികൾ പുറം ലോകത്തെത്തുന്നത്. അപ്പോൾ പോലും എല്ലാവരും എത്തുന്നതുമില്ല. പുറം ലോകത്തേക്ക് എത്തുന്നവരാകട്ടെ തങ്ങളുടെ സാധനശക്തിയെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനോ പണം സ്വീകരിച്ച് അനുഗ്രഹം നൽകാനോ തയ്യാറാവുന്നവരുമല്ല. യഥാർത്ഥ അഘോരിയെ കാണുക എന്നത് തന്നെ അത്ര പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യവുമല്ല. നിങ്ങൾക്ക് യഥാർത്ഥ അഘോരിയെ കാണണം എന്നുണ്ടെങ്കിൽ അതവർ തീരുമാനിക്കണം എന്ന് കരുതപ്പെട്ടു വരുന്നു. യഥാർത്ഥ അഘോരികൾ എന്താണ് എന്നതിനെപ്പറ്റി അറിയണമെങ്കിൽ ലളിതമായ ഒരു കണക്ക് മനസ്സിലാക്കിയാൽ തന്നെ മതിയാവും. 1,00,000 പേർ അഘോരികളാകാൻ ശ്രമിക്കുന്നു എന്ന് വന്നാൽ ഇതിൽ 10-20 പേർക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ഈ സന്യാസധാരയിലേക്ക് എത്തുക എന്നുള്ളത്. 12 വർഷമെങ്കിലും കഠിനമായ ചിട്ടകളിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് അഘോരി ആവുക എന്നത്. ശ്മശാനത്തിലെ തപസ്, വാസം എന്നിങ്ങനെ അതികഠിനമായ സാധനകൾ ഇതിൻ്റെ ഭാഗമായി വരുന്നു. സാധാരണ ഒരു മനുഷ്യൻ്റെ ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ സാധ്യമാക്കുന്നത്. വാരണാസിയിലും മറ്റും അഘോരികളെന്ന പേരിൽ അറിയപ്പെടുന്നവരിൽ ഈ പരമ്പരയിൽ എത്തിപ്പെടാനായി ശ്രമിച്ച് പാതിവഴിയിൽ പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുള്ളവരും ഉൾപ്പെടുന്നു. അഘോരികളുടെ പേരിൽ നിത്യജീവിതം സാധ്യമാക്കുന്നതിൽ കപടവേഷധാരികളും മാനസിക വൈകൃതമുള്ളവരും വരെ ഉൾപ്പെടുന്നുണ്ട്. നാഗസന്യാസിമാരെ പോലെ അഘോരികൾ വസ്ത്രം ധരിക്കാത്ത വിഭാഗവുമല്ല. വെളുത്ത വസ്ത്രം ധരിക്കുന്നവർ ജ്ഞാനസമ്പാദനത്തിൽ ശ്രദ്ധ വയ്ക്കുന്ന സന്യാസിമാരാണെങ്കിൽ, താന്ത്രിക ക്രിയകളിൽ വ്യാപൃതരാക്കുന്ന കറുത്ത വസ്ത്രം ധരിക്കുന്ന അഘോരികളെ കാണാനാവുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. വാരണാസിക്ക് പുറമെ ഹിമാലയ പർവ്വതത്തിലെ മഞ്ഞു ഗുഹകളിലും കൊടും വനങ്ങളിലും മരുഭൂമിയിലുമെല്ലാം സാധനങ്ങളുമായി ജീവിക്കുന്ന അഘോരികൾക്ക് ചുടലക്കാടുകളോ ശവശരീരത്തിന് മീതെ നടത്തുന്നതായി പറയപ്പെടുന്ന സാധനകളോ എങ്ങനെ സാധ്യമാകും എന്ന ഒരു സംശയവും പലരും ഉന്നയിക്കുകയും ചെയ്യുന്നു. ശ്മശാന സാധന ഇവർക്ക് പ്രധാന ഘടകമാണ് എന്ന വസ്തുത നിലനിൽക്കുമ്പോഴും വസിക്കുന്ന പ്രദേശങ്ങൾക്കനുസൃതമായി ശിവസാധനയ്ക്കായി ഇവർ തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്ത രീതികളാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ നിഗൂഢമായ ജീവിതചര്യകൾ കാരണം ഇക്കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ വിവരങ്ങളും ലഭ്യമല്ല എന്നതാണ് വാസ്തവം. ഒരു അഘോരിയുടെ പ്രധാന സവിശേഷതകൾ എന്തെന്ന് നോക്കാം. ഒന്നിനോടും ഭയമില്ലാത്തവരും മമതയില്ലാത്തവരും ആണിവർ. എല്ലാ മനുഷ്യരിലെയും ആത്മാവ് ശിവനാണെന്ന് കരുതുന്നതിനാൽ സർവ്വതിലും ശിവനെ ദർശിക്കുന്നവരാണ് ഇവർ. സ്വയം ശിവനാകാനായി അഹോരാത്രം പരിശ്രമിക്കുന്നവർ. ജീവിതത്തേക്കാൾ കൂടുതലായി ഇവർ മരണവുമായുള്ള സഹവാസത്തെ ഇഷ്ടപ്പെടുന്നു. മനുഷ്യരോ മൃഗങ്ങളോ ഇവർക്ക് വ്യത്യസ്തമാകുന്നുമില്ല. ദുർഗന്ധത്തെയും സുഗന്ധത്തെയും സമാനമായി കാണാൻ കഴിയുന്ന മാനസിക തലത്തിലേക്ക് എത്തപ്പെട്ടവരാണ് ഇവർ. നല്ലത് ചീത്ത എന്ന വേർതിരിവുകളും ഇവർക്കില്ല. എല്ലാത്തിലും ശിവനെ ദർശിച്ച് മോക്ഷത്തെ പ്രാപിക്കുക എന്നതാണ് പരമമായ ലക്ഷ്യം. ഇന്ദ്രിയ സുഖം, കോപം, അത്യാഗ്രഹം, ആസക്തി, ഭയം, വിദ്വേഷം, അഹങ്കാരം, വിവേചനം എന്നീ 8 ബന്ധങ്ങൾ കഷ്ടപ്പാടുകൾക്കും അജ്ഞതയ്ക്കുമുള്ള കാരണങ്ങളാകുന്നു എന്നാണ് അഘോരികളുടെ വിശ്വാസം. ബന്ധങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് വേർപെടുന്നത് വഴി ശിവനുമായുള്ള സ്വത്വം തിരിച്ചറിയുക, ഇതിലൂടെ മോക്ഷം നേടാൻ കഴിയുമെന്നും ഉള്ളതാണ് ഇവരുടെ ജീവിത ലക്ഷ്യം. അഷ്ടബന്ധങ്ങളെ മറികടക്കുന്നതിനായി ശുദ്ധി, അശുദ്ധി, നല്ലത്, ചീത്ത എന്നതിനെ പറ്റിയെല്ലാം പരമ്പരാഗതമായി പിന്തുടർന്നു വരുന്ന ശീലങ്ങളെ ലംഘിക്കാനും ഇവർ ശ്രദ്ധ വയ്ക്കുന്നു. ഇതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ ആയാണ് ശിവസാധന, ശവസാധന, ശ്മശാന സാധന എന്നിവയെ കരുതപ്പെടുന്നത്. വിവേചനങ്ങളെ അംഗീകരിക്കാത്തവരും ജാതി വേർതിരിവില്ലാത്തവരുമാണ് അഘോരി മാർഗത്തെ പിന്തുടരുന്നവർ. ഇവരെപ്പറ്റി നിരവധി മുൻധാരണകളും നിലനിൽക്കുന്നുണ്ട്. കുഴിച്ചിടുന്നതോ ഗംഗയിൽ ഉപേക്ഷിച്ചു പോകുന്നതോ ആയ മൃതശരീരങ്ങൾ ഇവർ ശവസാധനയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നു എന്നും കരുതപ്പെടുന്നു. ഇത്തരത്തിൽ നിരവധി വിശ്വാസങ്ങൾ ഈ വിഭാഗത്തെപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. ശ്മശാൻ സാധന നടത്തുന്ന അഘോരികൾ ചുടലുകളുടെ സമീപത്ത് തന്നെ താമസിക്കുന്നതായും കരുതപ്പെടുന്നു. രാത്രികൾ ആചാരങ്ങളിൽ ഏർപ്പെടുകയും പകൽ ഉറക്കത്തിനായി തിരഞ്ഞെടുക്കുന്ന ഇവർ മനുഷ്യരിൽ നിന്ന് വ്യക്തമായ അകലത്തെ പാലിച്ചു തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശ്മശാനങ്ങളിൽ ഇവർ പ്രത്യേക പൂജകൾ നടത്താറുണ്ട് എന്നതാണ് വിശ്വാസം. മരിച്ചവരോട് സംസാരിക്കാൻ ഇവർക്ക് സിദ്ധിയുണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നു. അമാനുഷിക സിദ്ധികൾ ഭക്തർക്ക് നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ദേവതയാണ് ശ്മശാൻ താര.
ശ്മശാന സാധനയിലൂടെ ഈ ദേവതയാണ് അഘോരികൾ പ്രസാദിപ്പിക്കാനായി ശ്രമിക്കുന്നതെന്നും കരുതിപ്പോരുന്നു. ലഹരി ഇവർക്ക് നിഷിദ്ധമല്ല. എണ്ണത്തിൽ കുറവാണെങ്കിലും സ്ത്രീകളും അഘോരി പാരമ്പര്യത്തെ പിന്തുടർന്നു വരുന്നു. ശ്മശാനങ്ങളെയും ഘോരവനങ്ങളെയും മരുഭൂമികളെയും ഹിമാലയത്തിലെ മഞ്ഞു ഗുഹകളിലും വാസസ്ഥലങ്ങളാക്കുന്ന ഈ സന്യാസിമാരുടെ കണ്ണുകൾ തിളക്കമേറിയതാണെന്നും ഇത്തരം പ്രത്യേകതകളെല്ലാം ഇവരുടെ സാധനയുടെ ഫലമാണെന്നും കരുതപ്പെടുന്നു. സാധാരണ മനുഷ്യർക്ക് താങ്ങാവുന്നതിനപ്പുറത്തുള്ള ഒരു ഊർജ്ജത്തെ വഹിക്കുന്നവരാണ് ഇവരെന്നും വിശ്വസിക്കപ്പെട്ടു വരുന്നു. ചുറ്റുപാടുകളെ നിയന്ത്രിക്കാനും ഇവർക്ക് കഴിയുമത്രേ. രാത്രിയിൽ ഉറങ്ങാതെ മന്ത്രം ജപിക്കുന്ന ഇവർ ഗംഗയിലെ ശ്മശാന ഘട്ടുകളിലെത്തുന്ന മൃതദേഹങ്ങളെ അഗ്നിയിലേക്ക് വെക്കും മുന്നേ അതിൽ ശേഷിക്കുന്ന ഊർജ്ജത്തെ സ്വീകരിക്കുന്നു എന്നതാണ് മറ്റൊരു വിശ്വാസം. അഘോരി മാർഗവും രീതികളും സാധാരണ മനുഷ്യരുടെ അറിവുകൾക്കും ചിന്തകൾക്കും ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളുമാണ്. മൃതദേഹങ്ങൾക്ക് മീതെയിരുന്ന് പൂജകളും താന്ത്രിക ക്രിയകളും ചെയ്യുന്നതായും പറയപ്പെടുന്നു. ഇത്തരം കഥകളെല്ലാം അഘോരികളെ ഭീതിയോടെ കാണുന്നതിനുള്ള കാര്യങ്ങളാകുന്നു. എങ്കിൽ പോലും അവർ ഒന്നിനെയും മുറിവേൽപ്പിക്കുന്നവരോ ഹനിക്കുന്നവരോ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നല്ലതും മോശവും എന്നുള്ള വേർതിരിവും ഇല്ല. വെറുപ്പ് എന്നൊരു വികാരം ഒരു യഥാർത്ഥ അഘോരിയിൽ ഉണ്ടാകുന്നതുമില്ല. ഇഷ്ടാനിഷ്ടങ്ങളെ ഇല്ലാതാക്കുന്നതിലൂടെ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുക എന്നതാണ് അവരുടെ രീതി. കൊടും തണുപ്പിനെയും കടുത്ത ചൂടിനെയും ഒന്നുപോലെ തരണം ചെയ്യാനും കഴിവുള്ളവരാണ് ഇവർ. തപസ്സും ജപവും അപാരമായ ഏകാഗ്രതയും കൊണ്ട് സ്വായത്തമാക്കിയ അസാധാരണമായ ശക്തി ഉണ്ടെന്നും അവർക്ക് മറ്റുള്ളവരെ ശാരീരികമായും മാനസികമായും സുഖപ്പെടുത്താനാവുമെന്നും വിശ്വസിക്കുന്നു. അനുഗ്രഹം നൽകാനും ഭാവി പ്രവചിക്കാനും ആവുമെങ്കിലും ഒരു യഥാർത്ഥ അഘോരി ഇതിനൊന്നും തയ്യാറാവില്ല എന്നുമാണ് പറയപ്പെടുന്നത്. മനുഷ്യരുടെ ലോകം അവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കപ്പെടേണ്ടതോ ഇടപെടേണ്ടതോ ആയ ഒന്നല്ല. ശിവനിലേക്ക് എത്തുക, മോക്ഷം, അത് മാത്രമാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം. ശരീരത്തെ പരിഗണിക്കാതെ കഠിനമായ രീതികൾ അനുഷ്ഠിക്കുന്ന ഇവർ ഈ ലോകത്തെ യഥാർത്ഥമായി കാണുന്നതുമില്ല. ഒരൊറ്റ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയായി മൊത്തം ലോകത്തെയും ഇവിടെയുള്ള സകലതിനെയും ദൈവത്തിൻ്റെ അംശമായും കാണുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടിനെയും ഇവർ പിന്തുടരുന്നു. ശുദ്ധവും അശുദ്ധവും എന്നൊന്നും വേർതിരിവില്ലാതെ എല്ലാം ഒന്ന് തന്നെ എന്ന സങ്കീർണവും സാധാരണക്കാർക്ക് അപ്രാപ്യവുമായ പരമമായ ഒരു സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകുന്നു ഇവരുടെ ജീവിതം. മരണമെന്ന നിത്യസത്യത്തെ ഇടയ്ക്ക് മാത്രം ഓർമ്മിക്കുകയും ജീവിത ഒഴുക്കിൽ പിന്നീട് ആ മഹാസത്യത്തെ മറക്കുകയും ചെയ്യുന്ന മനുഷ്യരീതികളല്ല ഇവരുടേത്. മരണത്തെ മറന്നൊരു ജീവിതം ഇല്ല എന്ന ഓർമ്മപ്പെടുത്തലാകുന്നു ശ്മശാനങ്ങളിലെ ഇവരുടെ വാസം. കുടുംബം, സൗഹൃദം ഇതൊന്നും അഘോരികൾക്കില്ല. ചുടല ഭസ്മധാരണം, മരുഭൂമി, കൊടുങ്കാട്, ശ്മശാനങ്ങൾ എന്നിവിടങ്ങളിലെ വാസം ഭൗതിക ജീവിതത്തെ ആസക്തി തെല്ലും ഇല്ലാതെ കാണുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. കേദാർനാഥിലാണ് ഏറ്റവും അധികം അഘോരികളുള്ളത്. ബദരീനാഥ്, വാരണാസി, കാശി, അസം, ബംഗാൾ, ഗുജറാത്ത് എന്നിവിടങ്ങളിലും ഈ സന്യാസിമാരുടെ സാന്നിധ്യമുണ്ട്. സ്വയം ജീവിച്ചിരിക്കുന്നില്ല എന്ന ഒരു തലത്തിലാണ് നിലനിൽക്കുന്നതെന്നതിനാൽ ഒന്നും തന്നെ ഇവരിൽ ഭയം ഉണർത്തുന്നതുമില്ല. മരണത്തെ സദാ ഉപാസിക്കുന്നതിനാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയമായ മരണഭയത്തെയും മറികടക്കാനും ജീവിതത്തിന്റെ ക്ഷണികതയെ മനസ്സിലാക്കാനും ഇവർക്കാകുന്നു. ചുടലകളെ വിശുദ്ധ ഇടങ്ങളായും ഇവർ കണക്കാക്കി വരുന്നു. കാലഭൈരവന്റെയും ചുടല ദേവതയായ കാളിയുടെയും ഉപാസകരാണ് ഇവർ. ഈ ദേവതകളുടെ അനുവാദമില്ലാതെ അറിവും ശക്തിയും പ്രയോഗിക്കില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആത്മാവിനെ വശീകരിക്കുന്ന ക്രിയകൾ ചെയ്യും എന്നുള്ളതും തെറ്റായ പ്രചരണമാണ്. അഘോരികളെ പ്രകോപിപ്പിക്കുന്നത് അത്യന്തം അപകടകരമായ പ്രവൃത്തിയായും കണക്കാക്കപ്പെടുന്നു. അളവറ്റ ശക്തിയും ജ്ഞാനവും ഇവരിലേക്ക് പ്രവഹിക്കുമ്പോഴും ഭൗതിക നേട്ടങ്ങൾക്കായി അവർ സാധനങ്ങളെയും ജപങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നുമില്ല. ചിട്ടയായതും കഠിനമായതുമായ സാധനങ്ങളിലൂടെ കടന്നുപോകുന്ന ഇവർക്ക് കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ കാലത്തിൻ്റെ പരിമിതികളെ മറികടക്കാനും എല്ലാം നന്നായി അനുഭവപ്പെടുന്നതായി പറയപ്പെടുന്നു. ഭൗതിക ജീവിതത്തിൽ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന കെട്ടുപാടുകളോ അഹംബോധമോ ഇവർക്ക് ബാധകമാകുന്നില്ല എന്നുമാണ് കരുതുന്നത്. വിശാലമായ അർത്ഥത്തിൽ സമഭാവനയാണ് അഘോരികളുടേത്. ജാതിയോ മതമോ മനുഷ്യനെന്നോ മൃഗമെന്നോ ഉള്ള ഒരു വേർതിരിവും ഇവർക്കില്ല. യഥാർത്ഥ അഘോരിയുമായി ഇടപഴകാൻ സാധ്യമായാൽ മറ്റൊരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നും കരുതിപ്പോരുന്നു. അഘോരികളെ പരിഹസിച്ചാൽ ശാപം ഏൽക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം. അഗ്നിയിൽ നടക്കുന്നതിനും ഇവർക്ക് കഴിവുണ്ടെന്നാണ് മറ്റൊരു വിശ്വാസം. ചുടലകളിൽ നിന്നും ശേഖരിക്കുന്ന മനുഷ്യ അസ്ഥികൾ കൊണ്ടുള്ള മാലകളെ അണിയുകയും തലയോട് ഭക്ഷണപാത്രം ആക്കുന്നതിലൂടെയും പരമ്പരാഗതമായ എല്ലാ സങ്കല്പങ്ങളെയുമാണ് ഇവർ ലംഘിക്കുന്നത്. മരിച്ച മനുഷ്യരുടെ ശേഷിപ്പുകളെ ഒപ്പം കൂട്ടുന്നതിലൂടെ മരണത്തിൻ്റെ നിത്യതയാണ് ഇവർ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യമാംസം ഇവർ ഭക്ഷിക്കുമെന്നും പരക്കെ വിശ്വസിക്കപ്പെട്ടു വരുന്നുണ്ട്. വെറുപ്പ് എന്ന വികാരത്തെ മറികടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്.
അതേസമയം ഇത്രത്തോളം നിഗൂഢതയും ഏകാന്ത ജീവിതവും വെച്ച് പുലർത്തുന്ന ഇവരുടെ രീതികളെപ്പറ്റി കൃത്യമായ വിവരണം നൽകാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന ഒരു എതിർവാദവും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യ മാംസം ഭക്ഷിക്കുന്നത് പലപ്പോഴും പ്രതീകാത്മകമായ ഒരു ചടങ്ങായാണ് ഇവർ അനുഷ്ഠിക്കാറുള്ളതെന്നും ഇത് യാഥാർത്ഥ്യത്തിലുള്ളതല്ലെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഈ ആചാരരീതികളെയാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും ഈ വാദം ഉയർത്തുന്നവർ പറയുന്നു. അഘോരികൾക്ക് ഏറ്റവും ശുദ്ധമായത് ചുടലഭസ്മമാണ്. ഇത് അണിയുന്നതിലൂടെ അപാരമായ മാനസിക ശക്തി, ഏകാഗ്രത, രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. സ്നേഹം, വെറുപ്പ്, ഭയം തുടങ്ങിയ വികാരങ്ങൾക്കും അതീതമാണ് ഇവർ എന്ന സൂചനയാണ് ചുടലഭസ്മം ധരിക്കുന്നതിലൂടെ നൽകുന്നതെന്നും കരുതപ്പെടുന്നു. ചുടല വരെ മാത്രം നീളുന്നതാണ് മനുഷ്യരുടെ അഹംബോധം എന്ന സത്യത്തെയാണ് ഇവർ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ ഇടപെടലുകളോ തങ്ങളെപ്പറ്റിയുള്ള മുൻധാരണകളോ ഒന്നും ഇവരെ ബാധിക്കുന്നതുമില്ല. സമൂഹത്തിന്റെ ഭാഗമായി മാറാൻ ആഗ്രഹിക്കുന്നവരല്ല അഘോരി സന്യാസിമാർ. ചുറ്റിനുമുള്ള ഒന്നിനും തന്നെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധത്തിൽ മനസ്സിനെ പരുവപ്പെടുത്തുന്നവരാണ് യഥാർത്ഥ അഘോരികൾ. വേറിട്ടതും വ്യത്യസ്തവുമാണ് ഇവരുടെ ലോകം.